ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്രമ്പലച്ചൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 77ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില. Eternal vigilance is the cost of freedom. നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാം. ഇന്ത്യയെ, സവിശേഷമായി കേരളത്തെ, ഒരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒക്കെ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ച ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ജാഗ്രത കൈവിടാതിരിക്കുക. അതേസമയം ക്രിസ്ത്യാനികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണിത്. നമ്മുടെ അമ്മയുടെ മോക്ഷക്കരട്ട തിരുനാൾ. അതേക്കുറിച്ച് വളരെ വിശദമായി ഞാനൊരു മറ്റൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ വിശദമായിട്ട് മറിയത്തിൻ്റെ സ്വർഗസംവഹനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇന്നത്തെ വിശുദ്ധരെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ചെറിയൊരു സന്ദേശം മറിയത്തിൻ്റെ മോക്ഷക്കരറ്റത്തെക്കുറിച്ച് പറയട്ടെ. മറിയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില തിരുവചന സാക്ഷ്യങ്ങൾ. നമ്മൾ പലപ്പോഴും പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവളെ, അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളെ, കൃപ ലഭിച്ചവളെ എന്നൊക്കെയാണ് ലൂക്ക 1:28. പക്ഷെ ശരിക്കും അത് തർജ്ജമ ചെയ്താൽ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത്. ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ, ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ, ലൂക്ക 1:28. അത്യുന്നതൻ്റെ പുത്രന് നീ ജന്മം കൊടുക്കും, ലൂക്ക 1:32. അത് കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് സംഭവിക്കുക, മത്തായി 1:18-24, ലൂക്ക 1:34-35. കാരണം പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ടാണ്, അത്യുന്നതൻ്റെ ശക്തി അവളിൽ നിഴലിടുന്നത് കൊണ്ടാണ് അവൾ ദൈവപുത്രനെ ഗർഭം ധരിക്കുന്നത്. അത് ഒരു പുരുഷനുമായുള്ള സംയോഗത്തിലൂടെയല്ല, ലൂക്ക 1:34-35. എന്തെന്നാൽ അത്യുന്നതൻ്റെ ശക്തി, അതായത് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ടു, അവളുടെ മേൽ ആവസിച്ചു. അവൾ ആ വിശുദ്ധ മേഘത്തിനുള്ളിലായിരുന്നു. ആ ദൈവിക കൃപയിൽ അവൾ സമ്പൂർണ്ണമായ അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തതിലൂടെ ദൈവത്തിന് ഭൂമിയിൽ പ്രവേശിക്കാനുള്ള കവാടമാണ് മറിയം തുറന്നു കൊടുത്തത്, ലൂക്ക 1:38. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുകയും, ലൂക്ക 1:41, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാവുകയും ചെയ്തു. മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു, ലൂക്ക 1:41. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക നിറവിൽ എലിസബത്ത് മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു അല്ലേ, പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവൾ മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചു, ലൂക്ക 1:43. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് എലിസബത്ത് മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത്. ആ കർത്താവ് എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് ദൈവമാതാവ് എന്നും മറിയത്തെ വിളിക്കുന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച ഭാഗ്യവതിയാണ് മറിയം, ലൂക്ക 1:45. ദാസിയെ കർത്താവിൻ്റെ അമ്മയാക്കിയ ദൈവത്തിൻ്റെ ശക്തമായ നടപടിയിൽ മറിയം ആനന്ദിച്ച് തുള്ളിച്ചാടി, ലൂക്ക 1:46. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് മറിയം തന്നെ വെളിപ്പെടുത്തി. കാരണം അവളുടെ ഗർഭപാത്രവും മുലകളും മാത്രമല്ല, അവളുടെ ശരീരം മാത്രമല്ല, ആത്മാവും ദൈവത്തിൻ്റെ സ്വന്തമാണ്, ലൂക്ക 11:27-28. ഈ കാരണത്താൽ യേശുവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്നതിന്, ചില കാര്യങ്ങൾ യേശുവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് മറിയത്തിന് ശക്തിയുണ്ടായിരുന്നു.
യോഹന്നാൻ 2:1-11. മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയോട് സഹകരിച്ചുകൊണ്ട് മറിയം കുരിശിന് താഴെ നിന്നപ്പോൾ അവളെ യേശു താൻ സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായി നൽകി. ആ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, അവളെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. യോഹന്നാൻ 19:25-27. ഈ തിരുവചനങ്ങളിൽ മറിയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട രഹസ്യങ്ങളുണ്ട്. ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ ആയതിനാൽ അമലോത്ഭവ, കർത്താവിൻ്റെ അമ്മ എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് വിളിച്ചതിനാൽ ദൈവമാതാവ്, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന തിരുവചനത്തിലൂടെ, അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും, അതായത് ഞാൻ ഗർഭം ധരിക്കും എന്നാൽ കന്യകാത്വത്തിന് ഭംഗം വരികയില്ല എന്ന് നീ പറഞ്ഞത് എങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിച്ച് അത് അവളുടെ കന്യകാത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മത്തായി എഴുതുന്നു, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന പ്രവചനം നിറവേറി. അതിനാൽ അവൾ നിത്യകന്യകയാണ്. മാത്രമല്ല, യേശു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും അമ്മയാണ്. വേദഗ്രന്ഥത്തിലുള്ള ഈ തിരുവചനങ്ങൾ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ഈ തിരുവചനങ്ങൾ ബന്ധപ്പെടുത്തി 2 തിരുവചനങ്ങൾ കൂടി നമുക്കൊന്ന് പരിഗണിക്കുക. ഒന്ന്, ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ, സ്ത്രീയുടെ സന്തതി, നിന്നെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നാം ഈ പറഞ്ഞ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ഉൽപ്പത്തിയിലെ ഈ തിരുവചനം മറിയത്തെക്കുറിച്ചാണ്. സ്ത്രീയുടെ സന്തതി എന്നതിന് നമ്മളങ്ങനെ തർജ്ജമ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷരികമായിട്ട് സ്ത്രീയുടെ വിത്ത് എന്നാണ്. സ്ത്രീയുടെ വിത്തായിട്ട് ഒരേ ഒരാൾ ജനിച്ചിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ബാക്കി എല്ലാവരും പുരുഷൻ്റെ വിത്ത് ആണ്. പുരുഷൻ്റെ വിത്ത് സ്ത്രീയിൽ വിതയ്ക്കപ്പെട്ടിട്ടാണ്. ഈ യേശുക്രിസ്തു സ്ത്രീയുടെ വിത്താണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ എന്ന് പറയുന്നത് മറിയത്തെക്കുറിച്ചുള്ള വചനമാണ്. അങ്ങനെയാണ് സഭാപിതാക്കന്മാർ മനസ്സിലാക്കിയതും അതാണ് ശരി. തീർച്ചയായിട്ടും അതിന് മറ്റൊരർത്ഥമുണ്ട്. മനുഷ്യവംശത്തിൻ്റെ നമ്മളെല്ലാവരും സ്ത്രീയിൽ ജനിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അത് നമുക്ക് അല്ലേ പിശാചുമായി പോരാടാനുള്ള ഒരു ദൈവവിളി നൽകിയിരിക്കുകയാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും, അതായത് മനുഷ്യവംശം മുഴുവൻ സാത്താനുമായി പോരാടാൻ, യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മളെല്ലാം ഫൈറ്റേഴ്സാണ്, രാജിവെച്ച് പോകേണ്ടവരല്ല. യുദ്ധമാണ്. യുദ്ധത്തിൽ മടുപ്പ് അങ്ങനെ ഒരു പരിപാടിയില്ല. ഒന്നുകിൽ ജീവൻ യുദ്ധത്തിൽ കളയും, പ്രാണൻ വെടിയും, അല്ലെങ്കിൽ ജയിക്കും. ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആ ക്രിസ്തീയ ജീവിതം വെച്ച് പോരാട്ടമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ശത്രു ഉളവാക്കുമെന്ന് കർത്താവ് പറയുന്നത് സാത്താനോടാണ്, സർപ്പത്തോടാണ്. ആ യുദ്ധം ജയിക്കണമെങ്കിൽ സ്ത്രീയുടെ വിത്തായ യേശുവിനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ മറിയത്തിൻ്റെ മകൻ യേശുക്രിസ്തുവാണ്, സാത്താൻ്റെ തല തകർത്തവൻ. അവനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ഈ സ്ത്രീ ആരാണ്? സ്ത്രീയുടെ സന്തതി യേശുവാണെങ്കിൽ, സ്ത്രീയുടെ വിത്ത് യേശുവാണെങ്കിൽ ആ സ്ത്രീ മറിയമാണ്. അതിനാൽ ഈ തിരുവചനം, ഈ തിരുവചനത്തിൽ മറിയത്തെക്കുറിച്ചുള്ള ഒരു വെളിപാട് ഉൽപ്പത്തി 3:15 കിടക്കുകയാണ്. ഇനി അപ്പോൾ അത്രയും നേരത്തെ, ഏത് ലോകാരംഭത്തിൽ തന്നെ മറിയത്തെക്കുറിച്ചുള്ള സൂചന നൽകപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ 3:15 നമ്മൾ പറയണേ. എന്നുവെച്ചാൽ ബൈബിളിലെ തിരുനടയിൽ തന്നെ മറിയത്തെക്കുറിച്ചുള്ള വചനം എഴുതി വച്ചിരിക്കുകയാണ്. ബൈബിളിൻ്റെ പടിപ്പുറയിൽ മറിയത്തിൻ്റെ വചനമുണ്ട്. രണ്ടാമത്തെ ഒരു വചനം നമ്മൾ വായിക്കേണ്ടത്, നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്തതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം വിഴുങ്ങി എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണത്തെ വിജയം വിഴുങ്ങി എന്നത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. 1 കൊരിന്തോസ് 15:53-54. ഈ വചനത്തെ മുകളിൽ കണ്ട തിരുവചനങ്ങളെ ബന്ധപ്പെടുത്തുക. കൃപയിൽ, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് മറിയം. അതിനാൽ അമലോത്ഭവയാണ്. അവൾ ദൈവമാതാവാണ്, തെയോത്തോക്കോസ്, കർത്താവിൻ്റെ അമ്മയാണ്. ഇതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അമ്മയായ അമലോത്ഭവയായ മറിയത്തെ തൊടാനായിട്ട് മരണത്തിന് ശക്തിയുണ്ടോ? ഇല്ല. മരണത്തിന് മറിയത്തെ തൊടാൻ ശക്തിയില്ല. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? അത് മറിയത്തിൻ്റെ കാര്യത്തിൽ നടക്കില്ല.
മരണദംശനത്തിന് മറിയത്തെ സ്പർശിക്കാൻ കഴിയുമോ? ഇല്ല ഇല്ല ഇല്ല. ഈ സത്യമാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അമലോത്ഭയായ ദൈവമാതാവ് നിത്യകന്യകയായ മറിയം ഭൗമിക ജീവിതത്തിൻ്റെ സമാപനത്തിൽ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ശരീരം എന്ന് പറയുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരം എന്ന് ഓർക്കുക. ഈ അമലോത്ഭവം പ്രഖ്യാപിച്ചത് മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണ്, ക്രിസ്തുവർഷം 150 മുതലെങ്കിലും മറിയം അമലോത്ഭവയാണ്, മറിയം പാപമില്ലാത്തവളാണ് എന്ന വിശ്വാസമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഉണ്ടെന്നാണ് ലൂക്കാസ് പറയുന്നത്. നമ്മൾ ലൂക്കായിൽ കണ്ടു കഴിഞ്ഞു. ലൂക്കാസ് സുവിശേഷം എഴുതുന്നത് 60കളിലാണ്. എന്നുവെച്ചാൽ ക്രിസ്തു മരിച്ചിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മറിയത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിച്ചു കഴിഞ്ഞു, രേഖപ്പെടുത്തി കഴിഞ്ഞു, സഭ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ പണ്ട് മുതലുണ്ടായിരുന്ന വിശ്വാസത്തെ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് മാർപ്പാപ്പ. അല്ലാതെ മറിയം അമലോത്ഭയായത് മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോഴല്ല. മറിയം അമലോത്ഭയായിട്ട് സൃഷ്ടിക്കപ്പെട്ടവളാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും ഗ്രഹിച്ചത് പിന്നീടാണ്. കാരണം പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുകയാണ് സഭയ്ക്ക്. എല്ലാ സത്യത്തിലേക്കും നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കുമെന്ന് കർത്താവ് വിശംസിക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത്. ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയിൽ ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ബൈബിളിലുള്ള കാര്യങ്ങളുടെ ആന്തരാർത്ഥം കൂടി നമ്മൾ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിന് തുണയിൽ സഭയോട് ചേർന്ന് നിൽക്കണം. അതാണ് കത്തോലിക്ക സഭ ചെയ്യുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ വെളിപാട് സമാനമായ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. അതാണ് സംഭവിച്ചത്. ആ മറിയമാണ് ഇങ്ങനെ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയമാണ് നമ്മുടെ അമ്മ. അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതായത് നമ്മളും ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നത്. അതായത് അന്ത്യവിധിയിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ട്, രൂപാന്തരപ്പെട്ട ശരീരം ഉയർപ്പിക്കപ്പെട്ട് ആത്മാവോട് ചേർക്കപ്പെടും. മറിയത്തിൻ്റെ കാര്യത്തിൽ അത് അന്ത്യ ദിവസത്തിലേക്ക് കാത്തുവെച്ചില്ല, ഇപ്പോഴേ സംഭവിച്ചു. അതിന് തെളിവുകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. കൂടുതൽ തെളിവുകൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് ചില വിശുദ്ധരുടെയും പിന്നെ മറിയത്തിൻ്റെ തന്നെ വേറെ ചില പേരുകളിൽ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്, അതും സൂചിപ്പിക്കാം. ഇന്നത്തെ നമുക്കറിയാം അസംഷൻ ഓഫ് ദ ബ്ലെസ്ഡ് വെർജിൻ മേരി, മറിയത്തിൻ്റെ മോക്ഷക്കരേറ്റം. അവർ ലേഡി ഓഫ് ലാവാങ്, അവർ ലേഡി ഓഫ് മധു, അവർ ലേഡി ഓഫ് ആബേ, നോസ സെനോര ദോ പത്രോച്ചേനിയോ, വീർഗൻ ദില പാൽമ, ഐമോ തപ്പറെല്ലി, ആൽബർട്ടോ ബെർദീനി ഓഫ് സർത്തേയാനോ, അലീപ്പിയൂസ് ഓഫ് തഗാസ്തെ, ആൽഫ്രഡ് ഓഫ് ഹിൽഡഷൈം, Arduinus of Rimini, Arnulfus of Sosa, Claudio Granzotto, Elisabetta del Paradiso, Ferdinando da Pazos, Georg Halle, Isidor Baccaia, Juliana Puricelli, Maria del Paradiso, Napoleon of Alexandria, Pio Alberto del Corona, Siblesian of Milan, Stanislaus Kostka, Tarcisius, martyred in the Mexican Revolution, David Roldan Lara, Luis Batis Sainz, Manuel Morales, Salvador Lara Pionde, martyrs of Nicomedia, 3 പേര്. Martyred in the Spanish Civil War, martyred Claretians of Barbastro, 48 പേര് beatified. Agusti Ibarra Anguela, Agustin Hurtado Soler, Bartolome Cantador Gonzalez, Carmelo Sastre, Cayendano Garcia Martinez, Clemente Villa Balaguer, Elvira Moragas Candarero, Francisco Miguel Fernandez, Fructuoso Perez Marquez, Ildefonso Alberto Flos, Isidoro Fernandez Rubio, Isidra Fernandez Palomera da Fernandez, Jaume Bonet Nadal, Jovan Cerro Cedo, Jose Maria Perez Polo, Joseph Sandonia Pinsac, Juan Francisco Barahona Martin, Juan Jose Vivas Perez Bustos, Juan Mesenero Huerta, Laurendi
ബേസിൽ മഥാസ്, ലൂയിസ് ബെൽദ സൊറിയാനോ ദ മൊന്തോയ, ലൂയിസ് റോസ് എസ്കൂറ, മാനുവൽ ഫൊർമിഗോ ഗിറാൾഡെസ്, മിഗുവേൽ അൽബർട്ടോ ഫ്ലോസ്, പെദ്രോ ഗാംബിൻ പെരസ്, സെബാസ്റ്റ്യ പാൽച്ചെൽസ് തൊനിയുവാൻ, സെവെരിയാനോ മോന്തേസ് ഫെർണാണ്ടസ്, തെയദോറോ മാർട്ടിൻ ഖമാഖോ, വിൻസെന്തെ സോളർ മുനാരിസ്, അർമീദ ബറെല്ലി, ജിയോഖന്ത ഓഫ് റോം, ജുവാൻ ഓഫ് സിവില്ലെ. സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബമാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് തിരുവചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് 8:1-4 വരെ വചനങ്ങൾ. അവർ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധരെ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഓർമ്മിക്കണമെന്ന്, അവരുടെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കണമെന്ന് നമ്മുടെ കർത്താവിശ്വം ചില കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. ഇതിൻ്റെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭ വിശുദ്ധരെ ഓർക്കുന്നതും അവരുടെ മാതൃക സ്വീകരിക്കാൻ പറയുന്നതും അവരുടെ ആരാധന, സ്വർഗീയ ആരാധനയിൽ ദിവ്യബലിയിലൂടെ നമ്മൾ പങ്കുചേരുന്നതും പിന്നെ അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിക്കുന്നതും എല്ലാം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയതനുസരിച്ചാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത്. നമുക്ക് തിരുവചനങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട്, സഭയുടെ പ്രബോധനങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കാം, വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കാം, പരിശുദ്ധ അമ്മയുടെ തണലിൽ ജീവിക്കാൻ. ഇത്രയും പരമപരിശുദ്ധമായ അമ്മ നമുക്ക് കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ മാതൃക സ്വീകരിക്കാനും ആ അമ്മയുടെ കാരുണ്യത്തിന് കീഴിൽ നമ്മെ തന്നെ വെച്ചു കൊടുക്കാനും, അങ്ങനെ അമ്മയുടെ ചിറകിൻ കീഴിൽ മക്കൾ വളരുന്ന ആ രീതിയിൽ നമുക്ക് വളരാൻ, സന്തോഷത്തോടെ വളരാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.